2007 ഫെബ്രുവരി 18-നാണ് ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് പുറപ്പെട്ട സംഝോത എക്സ്പ്രസിൽ ഇരട്ട സ്ഫോടനം നടന്നത്. ലഷ്കർ ഇ തോയ്ബയാണ് സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു ആദ്യ ആരോപണമെങ്കിലും അസീമാനന്ദയുടെ അറസ്റ്റാണ് 68 പേരെ കൊല ചെയ്ത സ്ഫോടനത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നത്. പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്ന സൈനിക ഉദ്യോഗസ്ഥനും അഭിനവ് ഭാരതി എന്ന തീവ്ര ഹിന്ദു സംഘടനയുമാണ് ഈ ഗൂഢാലോചനകൾക്ക് പിന്നിലെന്നായിരുന്നു കേസ്. അസീമാനന്ദയെ കൂടാതെ കൊല്ലപ്പെട്ട RSS നേതാവ് സുനിൽ ജോഷി, ലോകേഷ് ശർമ്മ, സന്ദീപ് ദാംഗെ എന്ന പരമാനന്ദ്, രാമചന്ദ്ര കൽസംഗ്രെ എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ. ഹൈദരാബാദ് മക്ക മസ്ജിദിൽ 14 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് പിന്നിലും അസീമാനന്ദ അടക്കമുള്ളവർ പ്രതികളാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. 2007 അജ്മീർ സ്ഫോടനം, 2006 മലേഗാവ് സ്ഫോടനം എന്നിവയ്ക്ക് പിന്നിലും അസീമാനന്ദയ്ക്കും പ്രഗ്യാ സിംഗിനും അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നും ഇവർ കണ്ടെത്തി. RSSന്റെ പരമോന്നത സമിതി അംഗമായ ഇന്ദ്രേഷ് കുമാർ അടക്കം ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും മുതിർന്ന RSS നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അസീമാനന്ദ പറയുന്നത് ഇതിനിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയ ഈ സ്ഫോടനങ്ങളിലെ മുഖ്യ സൂത്രധാരിൽ ഒരാളായ സുനിൽ ജോഷി കൊല ചെയ്യപ്പെട്ടതിന് പിന്നിലും ഇതേ സംഘമാണെന്നും ഈയിടെ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. മീഡിയ 1, ഡൽഹി.